നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 3-dimensional ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്ന സെക്ഷൻ അതിന്റെ റിവിഷൻ പ്രോബ്ലംസ് ആണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്സിജന്റെ ഈ ചാനൽ, യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ്. അപ്പൊ രണ്ട് ലൈൻസിനിടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോമുലയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഇവിടെ അതിന്റെ ഒരു ഫോമുലയും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസും കുറച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരിക്കുക. പ്രോബ്ലംസ് ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്യാനുള്ള കുറച്ച് സമയം അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് സമയം കിട്ടും. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ആൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഇപ്പൊ രണ്ട് ലൈൻസ്, ഇപ്പൊ ലൈൻസ് രണ്ട് കാറ്റഗറി നമ്മൾ പഠിക്കാനുണ്ട്. ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ രണ്ട് കാറ്റഗറി ലൈൻസിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ പഠിക്കണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറയുമ്പോൾ നോർമൽ കേസിൽ ഒരു പ്ലെയിനില് അല്ലെങ്കിൽ ഒരു ബോർഡിന്റെ മുകളിൽ നമുക്ക് രണ്ട് കാറ്റഗറി ലൈൻസ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഒരു ബോർഡില് രണ്ട് കാറ്റഗറി ലൈൻസ് മാത്രമേ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അത് രണ്ടാണ്. ഒന്ന് ഇന്റർസെക്റ്റിംഗ് ലൈൻ, പിന്നൊന്ന് പാരലൽ ലൈൻ. ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ലൈൻ ഉണ്ട്, പാരലൽ ആയിട്ടുള്ള ലൈൻ ഉണ്ട്. ഈ രണ്ട് ലൈൻസേ നമുക്കൊരു ബോർഡിൽ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് പാരലലും അല്ല ഇന്റർസെക്റ്റിംഗ് അല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് പാരലൽ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർസെക്ട് ചെയ്യില്ലേ? അപ്പൊ ആ ഒരു കേസാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു ബോർഡിൽ രണ്ട് കാറ്റഗറി ലൈൻസ് മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ, പാരലൽ അല്ലെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഓക്കെ, ദെൻ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ, രണ്ട് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവില്ല? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവില്ല. അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. പിന്നെ അതല്ലെങ്കിൽ പിന്നെ പാരലൽ ലൈൻസ് ആണെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവും, അല്ലെ? ഇതിന് എപ്പോഴും ഡിസ്റ്റൻസ്, ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് പറഞ്ഞാൽ മതി. ആ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. പാരലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ലൈൻസിനിടയ്ക്ക് ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ ഉണ്ടാവുക, അല്ലെ? ഇതല്ലാതെ മൂന്നാമതൊരു കാറ്റഗറി ലൈനാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, വിച്ച് ഇസ് കോൾഡ് സ്ക്യൂ ലൈൻസ്. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. എന്താണ് സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞാൽ? അതൊരു ബോർഡിൽ വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു ബോർഡിൽ വരയ്ക്കാൻ പറ്റുന്ന ലൈൻ അല്ല സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. കാരണം ഇത് നോൺ പാരലൽ, നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. എന്താണ്? നോൺ പാരലൽ, നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. പാരലലും അല്ല, എന്നാൽ ഇന്റർസെക്റ്റിംഗും അല്ല. അങ്ങനത്തെ ലൈൻസ് ഒരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അത് ഒരു പ്ലെയിനിൽ ഉണ്ടാവില്ല. അത് ഇറ്റ് ഇസ് നോൺ കോപ്ലാനാർ. ഒരു പ്ലെയിനിലല്ല ഉണ്ടാവുക. ഇനി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫിഗർ ഇവിടെ കൺസിഡർ ചെയ്യാം. ഇതൊരു കോർണർ ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ റൂമിന്റെ ഒരു കോർണർ, ഇത് നിങ്ങളുടെ ഫ്ലോർ ആണ്. ഇത് നിങ്ങളുടെ റൂമിന്റെ ഒരു ചുമരാണ്. ഇത് മറ്റൊരു ചുമരാണ്. ഇതൊരു കോർണർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ ഒരു ലൈൻ നിങ്ങളുടെ ഫ്ലോറിൽ വരയ്ക്കാം. നിങ്ങളുടെ നിലത്ത് ഒരു ലൈൻ ഫ്ലോറിൽ വരയ്ക്കാം. ഒരു ലൈൻ ഇവിടെ ഈ പ്ലെയിനിലും വരയ്ക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഈ ലൈൻ പോകുന്നത്. ഇങ്ങനെയല്ല, കണക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് പോകുന്നത്. ഈ ലൈൻ ഇങ്ങനെയാണ് പോകുന്നത്. ഈ രണ്ട് ലൈൻസും പാരലൽ അല്ല, ഈ രണ്ട് ലൈൻസും ഇന്റർസെക്റ്റിംഗും അല്ല. ഈ രണ്ട് ലൈൻസും പാരലലും അല്ല, ഈ രണ്ട് ലൈൻസും ഇന്റർസെക്റ്റിംഗും അല്ല. ഇന്റർസെക്ട് ചെയ്യില്ല, പാരലലും ആവില്ല. ഇങ്ങനത്തെ ലൈൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്ക്യൂ ലൈൻസ് എന്ന് പറയുന്നത്. ദർഫോർ സ്ക്യൂ ലൈൻസ് ആർ നോൺ പാരലൽ, നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഓക്കെ, അപ്പോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ക്യൂ ലൈൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്ക്യൂ ലൈൻസ് ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. അത് ഒരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഒരു പ്ലെയിനില് അല്ലെങ്കിൽ ഒരു ബോർഡില്, ഒരു നോട്ട്ബുക്കിന്റെ പേജിൽ വരയ്ക്കുന്നത് മുഴുവൻ രണ്ട് കാറ്റഗറി ലൈൻസ് ആണ്. ഏതൊക്കെയാണ്? പാരലൽ ഓർ ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ബട്ട് നോൺ പാരലൽ, നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് നമുക്ക് രണ്ട് പ്ലെയിനിലായിട്ടേ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോ
ഇവിടെ രണ്ട് കാറ്റഗറി ലൈൻസിനാണ് നിങ്ങൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഒന്ന് പാരലൽ ലൈൻസ്, ഈ കാണുന്ന പാരലൽ ലൈൻസിനിടയ്ക്ക് ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ സ്ക്യൂ ലൈൻസിനിടയ്ക്ക് ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇവിടെ നോക്കിയേ, ഇതിങ്ങനെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്, ഇതിങ്ങനെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെ, ഇതായിരിക്കും ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടേക്ക് ആവുമ്പോൾ ഡിസ്റ്റൻസ് കൂടുതലാവില്ലേ, ഇവിടെ എത്തുമ്പോൾ ഡിസ്റ്റൻസ് പിന്നെയും കൂടുതലാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്കൊരു സ്ക്യൂ ലൈൻസിനിടയ്ക്ക് ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ലൈൻസ് സ്ക്യൂ ആണോ പാരലൽ ആണോ ഇന്റർസെക്ടിങ് ആണോ എന്ന് തിരിച്ചറിയാം? പെട്ടെന്ന് തിരിച്ചറിയാൻ എളുപ്പത്തിലുള്ള വഴികളൊന്നുമില്ല. ഇപ്പൊ രണ്ട് ലൈൻസ് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു A1 പ്ലസ് ലാംഡ B1 ആൻഡ് ആർ ഈക്വൽ ടു A2 പ്ലസ് മ്യൂ B2. ഈ രണ്ട് ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇത് പാരലൽ ആണോ ഇന്റർസെക്ടിങ് ആണോ സ്ക്യൂ ആണോ എന്നുള്ളത്. പാരലൽ ആണോ എന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ B1 ആൻഡ് B2 ഈ രണ്ട് വെക്ടേഴ്സ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ, സെയിമോ അല്ലെങ്കിൽ പ്രൊപ്പോർഷണലോ ആണെങ്കിൽ ഈ ലൈൻസ് നമുക്ക് പാരലൽ ആണെന്ന് പറയാം. അതല്ലാതെയുള്ള സ്ക്യൂ ലൈൻസോ ഇന്റർസെക്ടിങ് ലൈൻസോ ഒന്നും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, സ്ക്യൂ ലൈൻസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഫോർമുലയിൽ പറയുന്നത്. സ്ക്യൂ ലൈൻസ് ആണെങ്കിൽ, സ്ക്യൂ ലൈൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് D ഈക്വൽ ടു മോഡുലസ് B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മോഡ് B1 ക്രോസ് B2. ഈ ഫോർമുലയാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഫോർമുല. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് D ഈക്വൽ ടു മോഡുലസ് B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മോഡ് B1 ക്രോസ് B2. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് B ക്രോസ് A2 മൈനസ് A1 ഡിവൈഡഡ് ബൈ മോഡ് B. എന്ന് വെച്ചാൽ അവിടെ B എന്ന് പറഞ്ഞൊരു സിംഗിൾ വെക്ടർ ഉണ്ടാവുള്ളൂ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ്. പാരലൽ ലൈൻസ് ആണെങ്കിൽ ഒരു B ഉണ്ടാവുള്ളൂ എന്നുള്ള അസംഷനിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. A1 പ്ലസ് ലാംഡ B ആൻഡ് R ഈക്വൽ ടു A2 പ്ലസ് മ്യൂ B. ഇവിടെ യൂസ് ചെയ്യുന്ന രണ്ട് ബീസും സെയിം ആണ്, സെയിം അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വെക്ടർ എടുക്കുക, ഒരു വെക്ടർ ആയിട്ട് നമ്മൾ B സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. ഓക്കെ, ഈ ഇക്വേഷന് കാർട്ടീഷ്യൻ ഫോർമാറ്റ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ കാർട്ടീഷ്യൻ ഫോർമാറ്റ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കാർട്ടീഷ്യൻ ഫോമിലേക്ക് പോണ്ട. ഇതിന്റെ വെക്ടർ ഫോമിലുള്ള ഫോർമുല തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിറ്റ്വീൻ ദ ലൈൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. സ്ക്യൂ ആണോ പാരലൽ ആണോ നമുക്കറിയില്ല. R ഈക്വൽ ടു I പ്ലസ് 2j പ്ലസ് k പ്ലസ് ലാംഡ ഇൻറ്റു I മൈനസ് j പ്ലസ് k ആൻഡ് R ഈക്വൽ ടു 2I മൈനസ് j മൈനസ് k പ്ലസ് മ്യൂ ഇൻറ്റു 2I പ്ലസ് j പ്ലസ് 2k. അപ്പൊ ഇങ്ങനെ രണ്ട് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. Now we will take ഇത് പാരലൽ ആണോ എന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾ ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആണോ? അല്ല, 1/2 വരുന്നുണ്ട്. ഇവിടെ -1/1 ആണ് വരിക, ഇത് 1/2 വരും. -1ഉം 1/2 ആണ് ഇതിന്റെ റേഷ്യോസ് വരിക. അപ്പൊ ഇത് പാരലൽ അല്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇത് സ്ക്യൂ ലൈൻസ് തന്നെ ആയിരിക്കും. പിന്നെ ഫസ്റ്റ് ലൈനിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് A1ഉം B1ഉം എഴുതാം. A1 ഈക്വൽ ടു ലാംഡ ഇല്ലാത്തതാണ് A1, I പ്ലസ് 2j പ്ലസ് k ആണ് A1 ആൻഡ് B1 ലാംഡയുടെ കൂടെ കോൺസ്റ്റന്റ് കൂടെ വരുന്ന വെക്ടർ I മൈനസ് j പ്ലസ് k. Then A2 is 2I minus j minus k and B2 2I plus j plus 2k. ഇതാണ് A1, B1, A2, B2 നാല് വെക്ടേഴ്സ്. ഇതിന്റെ ഡിസ്റ്റൻസ് ഫോർമുല എഴുതിക്കോളൂ. D ഈക്വൽ ടു മോഡ് B1 ക്രോസ് B2
B1 cross B2 dot A2 minus A1 divided by mod B1 cross B2 അല്ലെ? ഇതാണ് ഇതിന്റെ ഫോർമുല, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാലോ. ആദ്യമേ B1 cross B2 കണ്ടുപിടിക്കാം. ഞാനിവിടെ എഴുതാം B1 cross B2 that is equal to determinant I, J, K. Component wise ആണ് എഴുതേണ്ടത്. 1 minus 1 1 1 minus 1 1 2 1 2 2 1 2. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി B1 cross B2 കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തോളൂ. I into -2 minus 1 minus J into 2 minus 2 plus K into 1 plus 2. Okay, this is minus 3I, 2 minus 2 0 അല്ലെ, 0J plus 3K. ഇതാണ് B1 cross B2 വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? A2 minus A1 വേണം. A2 minus A1, ഈ രണ്ട് വെക്ടേഴ്സും മൈനസ് ചെയ്യുക. 2I minus I minus J minus 2J minus 3J minus K minus 2K. ഓക്കെ, അപ്പൊ A2 minus A1 ആയിട്ടുണ്ട്. ഇനി അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് വേണം നമുക്ക്. B1 cross B2 dot A2 minus A1 എന്തായിരിക്കും? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഇതാണ് B1 cross B2, ഇതാണ് A2 minus A1. ഐയുടെ കമ്പോണൻസ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. -1 into -3 into 1 -3 പ്ലസ് ജെയുടെ കമ്പോണന്റ് ഇവിടെ 0 ആണ്, അപ്പൊ ഇത് 0 ആയിരിക്കും. കെയുടെ കമ്പോണന്റ് 3 into -2 -6. ദിസ് ഇസ് -9. അപ്പൊ B1 cross B2 എന്ന് പറയുന്നത് എന്താണ്? -9 ആണ്. ഇനി നമുക്ക് മോഡ് B1 cross B2 വേണം. മോഡ് B1 cross B2 which is equal to മോഡ് B1 cross B2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മോഡുലസ് അല്ലെ, √3 the whole square plus 3 square 3 square plus 3 square അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 3 square നിന്ന് ഔട്ട് സൈഡ് എടുക്കാം. -3 സ്ക്വയറും 3 സ്ക്വയറും ഒന്ന് തന്നെയാണ്. 3 square ഔട്ട് സൈഡ് എടുക്കാം. ബാലൻസ് 3 into √2 വരും. ഇതാണ് ഇതിന്റെ മോഡുലസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡാറ്റാസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫോമിലേക്ക് അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഇസ് ഈക്വൽ ടു B1 cross B2 dot A2 minus A1 എന്ന് പറഞ്ഞാൽ എന്താണ്? -9 ആണ്. ഡിവൈഡഡ് ബൈ 3√2 ആണ് മോഡുലസ് B1 cross B2. സിംപ്ലിഫൈ ചെയ്താൽ വിൽ ഗെറ്റ് 3. ഇവിടെ 3 വരും. -3/√2ന്റെ മോഡുലസ് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ എഴുതിയാൽ മതി. 3/√2. ഇനി 2 നമ്മൾ ഡിനോമിനേറ്ററിൽ √2 ഡിനോമിനേറ്ററിൽ എഴുതുക എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ നമുക്ക് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് 3√2/2 എന്നായിരിക്കും. √2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്താലേ √2 into √2 ആവില്ലേ? അങ്ങനെ എഴുതാം. റാഷണലൈസിംഗ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ പ്രോസസ് യൂസ് ചെയ്തു. നിർബന്ധമൊന്നുമില്ല, ഇതുവരെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുക? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ലൈൻസ് ആർ ഈക്വൽ ടു I plus 2J plus 3K plus lambda into I minus 3J plus 2K and R equal to 4I plus 5J plus 6K plus mu into 2I plus 3J plus K. ഇതാണ് രണ്ട് ലൈൻസ്. നമുക്ക് ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇത് പ്രൊപ്പോർഷണൽ ആണോ നോക്കി നോക്കിയേ നിങ്ങൾ. അല്ല, പ്രൊപ്പോർഷണൽ അല്ലല്ലോ. അപ്പൊ ഇത് പാരലൽ അല്ല, സ്ക്യൂ ലൈൻസ് തന്നെയാണ്. A1 B1 A2 B2 എഴുതാം. ഫസ്റ്റ് ലൈൻ A1 B1 A1 equal to I plus 2J plus 3K. B1 equal to I minus 3J plus 2K. രണ്ടാമത്തെ ലൈൻ A2 equal to 4I plus 5J plus 6K. And B2 equal to 2I plus 3J plus K. എല്ലാ വാല്യൂസും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫോർമുല എഴുതാൻ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള D equal to B1 cross B2 dot A2 minus A1 divided by mod B1 cross B2. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം B1 cross B2 കണ്ടുപിടിക്കാം. B1 cross B2 equal to determinant I, J, K. First components 1 minus 3 2 2 3 1
ഓക്കെ, എക്സ്പാൻഡ് ചെയ്യാം. I into -3 - 6 minus j into 1 minus 4 plus k into 3 plus 6. This is equal to minus 9i. ഇവിടെ -3 വരും. അപ്പൊ പ്ലസ് 3j, ഇവിടെ 9k വരും. ഓക്കെ, ഇതാണ് B1 ക്രോസ് B2. ഇനി നമുക്ക് A2 minus A1 വേണം. This is 4i minus I, 3i. പിന്നെ 5j minus 2j, 3j. 6k minus 3k, 3k. ഇങ്ങനെ വന്നു. ഓക്കെ, ദെൻ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. B1 ക്രോസ് B2 ഡോട്ട് A2 minus A1. That is equal to എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുക കമ്പോണന്റ് വൈസ്. 9 into 3 plus 3 into 3 plus 9 into 3. This is equal to 3 outside എടുത്താൽ -9 plus 3 plus 9. -9 plus 9 കട്ട് ചെയ്ത് കളയാം. 3 into 3 we get 9. അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ 3 വന്നു. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റർ ചെയ്യാം. അപ്പൊ ആൻസർ 3 കിട്ടി. B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ആണ് നമുക്ക് 9 കിട്ടിയിട്ടുള്ളത്. ദെൻ ഇതിന്റെ മോഡുലേഷൻ കൂടെ എടുക്കാം. മോഡ് B1 ക്രോസ് B2 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -9 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. ഓക്കെ, ഇതിലൊക്കെ ഒരു 3 സ്ക്വയർ ഉണ്ട് അല്ലെ? 3 സ്ക്വയർ ഔട്ട്സ് എടുത്താൽ 3 ഇൻറ്റു റൂട്ട് ഓഫ്. ബാക്കി ഇവിടെ 3 സ്ക്വയർ വരും, ദാറ്റ് ഈസ് 9. പ്ലസ് ഇവിടെ 1 വരും, പ്ലസ് ഇവിടെയും 3 വരും. 3 സ്ക്വയർ 9 വരും, ദാറ്റ് ഈസ് 19 അല്ലെ? ദിസ് ഇസ് ഈക്വൽ ടു 3 റൂട്ട് 19 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ചെക്ക് ചെയ്യണം നിങ്ങൾ കേട്ടോ. കറക്റ്റ് ആയിട്ട് എടുത്ത് തന്നെ ചെക്ക് ചെയ്യുക. ഇവിടെ 3 into 3 ആണ് 9. അപ്പൊ 9 3 സ്ക്വയർ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ഇവിടുന്ന് 3 സ്ക്വയർ എടുത്തു, ഇവിടുന്ന് 3 സ്ക്വയർ എടുത്തു. ഇവിടുന്ന് 3 സ്ക്വയർ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ റൂട്ടിന്റെ പുറത്തേക്ക് വരുമ്പോൾ 3 ആവും. പിന്നെ ഇവിടെ 3 സ്ക്വയർ ഉണ്ടാവും, അതാണ് 9. പിന്നെ 1 സ്ക്വയർ ഉണ്ടാവും, അത് 1. പിന്നെ 3 സ്ക്വയർ ഉണ്ടാവും, അത് 9. അപ്പൊ ടോട്ടൽ 3 റൂട്ട് 19. ഓക്കെ, ദെൻ നമുക്ക് ഈ ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മോഡുലസ് 9/3 റൂട്ട് 19 ദാറ്റ് ഈസ് ഈക്വൽ ടു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/√19 വരും. വേണമെങ്കിൽ √19 മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. 3/√19 ആണ് ഇവിടുത്തെ ആൻസർ. മുകളിലും താഴെയും √19 മൾട്ടിപ്ലൈ ചെയ്താൽ 3√19/19 കിട്ടും. ഓക്കെ, ഇത് എഴുതണം നിർബന്ധമൊന്നുമില്ല. അത് റാഷണലൈസിംഗ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്താണ്. ഇത്ര എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ? അപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിനകത്ത് ഇക്വേഷൻ ഒരു നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ഫോമുല അല്ല തന്നിട്ടുള്ളത്. R equal to 1 minus Ti plus T minus 2J plus 3 minus 2T K and R equal to S plus 1I plus 2S minus 1J minus 2S plus 1K. അങ്ങനെ ഒരു ഫോമാറ്റിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് A1, B1, A2, B2 ഒക്കെ എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പാരലൽ ആണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ കുറച്ച് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാം. ഏത് സ്റ്റാൻഡേർഡ് ഫോം? R equal to A plus ലാംഡ ബി എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇതിനെ മാറ്റാം. ഈ ലാംഡ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. ഇവിടെ നോക്കൂ, 2 കോൺസ്റ്റന്റുകൾ നിങ്ങൾക്ക് കാണുന്നില്ല. ആദ്യത്തെ ഇക്വേഷനിൽ ടി കാണുന്നുണ്ട്, രണ്ടാമത്തെ ഇക്വേഷനിൽ എസ് കാണുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ലാംഡയ്ക്കും മ്യൂനൊക്കെ പകരം ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ്സ്. അപ്പൊ നമുക്ക് ആ ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നോക്കൂ നിങ്ങൾ, ആദ്യത്തെ ഇക്വേഷൻ R ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യാം. I മൈനസ് ടി ഐ പ്ലസ് ടി ജെ മൈനസ് 2J പ്ലസ് 3K മൈനസ് 2TK. ഓക്കെ, ഇങ്ങനെ വരും. ഇനി ഇതിനകത്ത് ടി ഉള്ള ടേം ടി ഇല്ലാത്ത ടേം നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. I മൈനസ് 2J പ്ലസ് 3K. ഇനി ടി ഉള്ള ടേമുകൾ നോക്കുക. അതിനകത്ത് ടി നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. പ്ലസ് ടി ഇൻറ്റു ഔട്ട് സൈഡ് എടുത്താൽ ഞാൻ ബാലൻസ് മൈനസ് I പ്ലസ് J പ്ലസ് J മൈനസ് 2T സോറി മൈനസ് 2K. ടി നമ്മൾ ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കിട്ടും അല്ലെ? അപ്പൊ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ A1, ഇതാണ് B1. ക്ലിയർ? രണ്ടാമത്തെ ഇക്വേഷനും ഇതുപോലെ കൺവേർട്ട് ചെയ്യാം. R ഈക്വൽ ടു SI പ്ലസ് I പ്ലസ് 2SJ മൈനസ് J മൈനസ് 2SK മൈനസ് K. എസ് ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ്. എസ് ഉള്ളത് എസ് ഇല്ലാത്തതായിട്ട് 2 കാറ്റഗറി ആക്കുക. I മൈനസ് J മൈനസ് K പ്ലസ് എസ് ഇൻറ്റു I പ്ലസ് 2J മൈനസ് 2K. ഇങ്ങനെ മാറ്റാം. ഇതാണ് ഇവിടുത്തെ A2 B2. ഓക്കെ, ദെൻ ഡിസ്റ്റൻസ് ഫോർമുല എഴുതുക. D ഈക്വൽ ടു മോഡ്
ഓക്കെ, നിങ്ങൾ ആദ്യമേ ആ A1 B1 ഒക്കെ ഒന്ന് എഴുതി വെച്ചോളൂ. A1 ഈക്വൽ ടു I മൈനസ് 2j പ്ലസ് 3k and B1 equal to minus I plus j minus 2k and A2 is I minus j minus k and B2 I plus 2j minus 2k. Okay, ഇനി നമുക്കറിയാം ഡിസ്റ്റൻസ് ഫോർമുല. ആ ഫോർമുല നമ്മൾ യൂസ് ചെയ്യാം. D equal to mod B1 cross B2 dot A2 minus A1 divided by mod B1 cross B2. Clear? Then ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുക. ആദ്യം B1 cross B2. This is equal to I J K. B1 B2 ന്റെ കമ്പോണൻസ് നോക്കൂ. -1 1 -2 -1 1 -2. B2 ന്റെ കമ്പോണൻസ് 1 2 -2 ഇങ്ങനെ വരും. ആൻഡ് ബിഫോർ ദാറ്റ് ഇത് പ്രൊപ്പോർഷണൽ അല്ലല്ലോ, അല്ല അല്ലെ? അവിടെ ഒരു 1/2 വരുന്നുണ്ട്, അതുകൊണ്ട് പാരലൽ അല്ലാന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. I into -2 plus 4 minus j into 2 plus 2 plus k into -2 minus 1. This is 2i minus 4j minus 3k എന്ന് കിട്ടും B1 cross B2. ഇനി അടുത്തത് A2 minus A1, A2 minus A1 which is equal to A2 A1 minus I minus I 0 0 I minus j minus minus 2j minus j plus 2j plus j അല്ലെ? Then minus k minus 3k minus 4k എന്ന് വരും. Then dot ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. B1 cross B2 dot A2 minus A1. This is equal to 0 അല്ലെ? ഇവിടെ 0 വരും. Plus minus 4 into 1 minus 4 plus minus 3 into minus 4 plus 12. ശരിയല്ലേ? That is equal to 8 എന്ന് കിട്ടും. ക്ലിയർ? ഇനി അതുപോലെ തന്നെ മോഡ് B1 ക്രോസ് B2 അതിന്റെ മോഡുലസ് ഒന്ന് എടുത്ത് നോക്കൂ. മോഡുലസ് എന്താ വരിക? റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് മൈനസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. എന്താ കിട്ടിയത്? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 പ്ലസ് 16 പ്ലസ് 9 29 കിട്ടും അല്ലെ? റൂട്ട് 29. ക്ലിയർ? അപ്പോ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുലക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനൽ ആൻസർ വിൽ ബി 8/√29. നോക്കി നോക്കൂ, 8/√29 ആണ് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുക. അപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വളരെ ഈസിയാണ്. ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആകെ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പിന്നെ സിംപ്ലിഫിക്കേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കിയ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കാറുള്ളതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമുക്ക് പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസിന്റെ ഒരു ഫോർമുല ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. R equal to I plus 2j plus k 3k plus lambda into 2i plus 4j plus 3k and R equal to 2i minus 3j minus 2k plus mu into 2i plus 4j plus 3k. രണ്ട് ലൈൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യമേ നമ്മൾ ഇതൊന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പ്രൊപ്പോർഷണൽ ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ പാരലൽ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നോക്കൂ, ഇത് രണ്ടും സെയിം വെക്ടർ ആണ് അല്ലെ? ഇവിടെ യൂസ് ചെയ്തേക്കുന്ന സെയിം വെക്ടർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് പാരലൽ ലൈൻസ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ലൈൻസ് പാരലൽ ആണെങ്കിൽ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതൂ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് D equal to mod B cross A2 minus A1 divided by mod B. ശരിയല്ലേ? For that നമുക്ക് ഇവിടുന്ന് A1 A2 B B1 B2 ഇല്ല, ഒരു B ഉള്ളൂ. അപ്പൊ അത് ഒന്ന് എഴുതിയാൽ മതി. നമുക്ക് ആ ഫസ്റ്റ് ലൈനിൽ നിന്ന് A1 എഴുതാം. ഫസ്റ്റ് ലൈനിന്റെ A1 I plus 2j plus 3k and രണ്ടാമത്തെ ലൈനിൽ നിന്ന് A2 is minus 2i plus 3j minus 2k and B എന്ന് പറഞ്ഞ വെക്ടർ 2i plus 4j plus 3k. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫോർമുലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാം. A2 minus A1 കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം. A2 minus A1 is മൈനസ് ചെയ്യാം. minus 2i minus
I minus 3I, 3j minus 2j plus j minus 2k minus 3k minus 5k എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഈ വെക്ടറും നമ്മുടെ ബിയും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ക്രോസ് ചെയ്യുക. അതായത് ബി ക്രോസ് a2 മൈനസ് a1. ഓക്കെ, ദെൻ അതെടുക്കുക. ഡിറ്റർമിനന്റ് I, j, k, ബിയുടെ കമ്പോണൻസ് 2, 4, 3 minus 3, 1 minus 5. മൾട്ടിപ്ലൈ ചെയ്തോളൂ. I into minus 20 minus 3 minus 23 minus j into minus 10 plus 9 plus minus 10 plus 9 minus 1 plus k into 2 plus 12 14. കറക്റ്റ് അല്ലേ നോക്കണം. ഫസ്റ്റ് കോളം റോ ഒഴിവാക്കി കഴിഞ്ഞാൽ -20 -3 -23. ദെൻ ജെ വരുന്നതില് -10 പ്ലസ് 9 -1. പിന്നെ കെ വരുന്നതില് 2 പ്ലസ് 14 2 പ്ലസ് 12 14. ഓക്കെ, കറക്റ്റ് ആണ്. ദാറ്റ് ഇസ് -23 I പ്ലസ് ജെ പ്ലസ് 14 കെ. ക്ലിയർ? ഇപ്പോ B1 ക്രോസ് B2 ആയിട്ടുണ്ട്. ഇനി ഇത് ക്രോസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഒരു മോഡുലസ് എടുക്കണം. ഇതിന്റെ മോഡുലസ് ആണ് നമുക്ക് വേണ്ടത്. മോഡ് B1 മോഡ് B ക്രോസ് A2 മൈനസ് A1. കാരണം നമുക്ക് ഡിസ്റ്റൻസ് ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ദാറ്റ് ഈസ് √23 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ. അപ്പൊ ഇതിന്റെ ആൻസർ ഇട്ട് 11√6 എന്നാണ്. ദെൻ നമുക്ക് മോഡ് ബിയും കൂടെ വേണം. ഈ ഡിനോമിനേറ്ററിൽ മോഡ് ബിയും കൂടെ വേണം. ഞാൻ മോഡ് ബി ഇവിടെ എഴുതുന്നുണ്ട്. മോഡ് ബി ഈക്വൽ ടു √2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു √4 പ്ലസ് 16 പ്ലസ് 9. എത്ര വരും? √29 വരും അല്ലെ? √29. അപ്പൊ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 11√6 ബൈ √29 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ഓർ അതർവൈസ് ഇത്രയും എഴുതിയാൽ മതി. അപ്പൊ പാരലൽ ലൈൻസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ബി ക്രോസ് A2 മൈനസ് A1 എന്ന് പറഞ്ഞൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നമ്മൾ അത് വെക്ടർ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ മോഡുലസ് നമ്മൾ എടുക്കേണ്ടി വരും. നമുക്ക് ഡിസ്റ്റൻസ് നമ്പർ ആയിട്ടാണല്ലോ വേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിക്കോളൂ. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ്. കാർട്ടീഷ്യൻ ഫോമിലാണ് ലൈൻസിന്റെ ഇക്വേഷൻ തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യമേ കാർട്ടീഷ്യൻ ഫോമിലെ ലൈൻസിന്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാർട്ടീഷ്യൻ ഫോമുല ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കത് വെക്ടർ ഫോമിലേക്ക് മാറ്റിയിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. കാർട്ടീഷ്യൻ ഫോമുല പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് വലിയൊരു ഫോമുലയാണ് കാർട്ടീഷ്യൻ ഫോമുല ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് വെക്ടർ ഫോമിലേക്ക് ആദ്യം മാറ്റാം. അതിന് മുമ്പ് നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ ഈ ലൈൻസ് പാരലൽ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് നോക്കി നോക്കാം. നമുക്ക് 2 -1 3 -4 2 -6 രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് അല്ലെ? പാരലൽ അല്ല എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ശരിയല്ലേ? ശരിയാണോ? അങ്ങനെയാണോ നമ്മൾ നോക്കുക? അങ്ങനെയല്ല നോക്കുക. നമ്മള് എങ്ങനെയാണ് നോക്കേണ്ടത്? അത് റേഷ്യോസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇവിടുത്തെ കമ്പോണന്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 2 ബൈ -4 ഇത്ര ആൻസർ കിട്ടുന്ന -1/2 അല്ലെ? അടുത്ത നോക്കി നോക്കൂ. -1/2 രണ്ടും ഈക്വൽ അല്ലേ? ഇനി ഒരെണ്ണം കൂടിയാണ് ബാലൻസ് ഉള്ളത്. 3 ബൈ -6 ഇതും എന്താണ്? -1/2 അല്ലേ? അപ്പൊ നോക്കൂ, ഇതെല്ലാം വാല്യൂസ് ഈ ഡയറക്ഷൻ റേഷ്യോസ് ഒക്കെ എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ഷൻ റേഷ്യോസ് ഒക്കെ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ലൈൻസ് എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം അല്ലെ? അപ്പൊ ഇത് രണ്ട് പാരലൽ ലൈൻസിന്റെ ഫോർമുലയാണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ രണ്ട് പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോ ഇതിനകത്ത് നമുക്ക് A B ഒക്കെ എങ്ങനെ എഴുതാം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിട്ട് പല ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ ഇത്ര വലിയ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇതിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് A1ഉം B1ഉം A2 B2 എഴുതാം. നിങ്ങൾ ഡയറക്റ്റ് മറ്റേ വെക്ടർ ഫോമിലേക്ക് മാറ്റണം എന്നൊന്നുമില്ല. ഫസ്റ്റ് ലൈനിൽ നിന്ന് നിങ്ങൾ നോക്കി നോക്കൂ. ഫസ്റ്റ് ലൈനിൽ നിന്ന് A1 എഴുതാം നമുക്ക്. ഫസ്റ്റ് ലൈനിന്റെ A1 എന്ന് പറയുന്നത് ഒക്കെ നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ നമ്മളൊക്കെ പോസിറ്റീവ് എടുക്കുക. I പ്ലസ് 2j പ്ലസ് 3k ഇതാണ് A1. രണ്ടാമത്തെ ലൈനിൽ നിന്ന് നമുക്ക് A2 കിട്ടും. A2 രണ്ടാമത്തെ ലൈനിൽ നിന്ന്
പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നെഗറ്റീവ് ആണ്. ഇവിടെ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് യൂസ് ചെയ്യുക. ഇവിടെ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്പർ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. -2i + 3j - k. ഇതാണ് A1 A2. ഇനി ഇത് പാരലൽ ആയതുകൊണ്ട് ഒരു വെക്ടർ സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും ചെറിയ വെക്ടറോ അല്ലെങ്കിൽ വലിയ ഏത് വെക്ടർ വേണേൽ സെലക്ട് ചെയ്യാം. ഇതോ അല്ലെങ്കിൽ ഇതോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവ് ആയിട്ടോ സെലക്ട് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. കാരണം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ മോഡുലസ് വാല്യൂ ആണ് സെലക്ട് ചെയ്യുക. എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുക, അല്ലെ? അപ്പൊ നമുക്ക് ഈ വെക്ടർ ചെറുത് ഇതല്ല ചെറുത്, അപ്പൊ ഇത് തന്നെ നമുക്ക് ബി ആയിട്ട് സെലക്ട് ചെയ്യാം. b = 2i - j + 3k. ഓക്കെ, പിന്നെ ഡയറക്റ്റ് ആയിട്ട് പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. d = b1 b ക്രോസ് a2 - a1 അതിന്റെ മോഡുലസ് വേണം ഡിവൈഡഡ് ബൈ mod b. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് a2 - a1 ഒന്ന് കണ്ടുപിടിക്കാം. a2 - a1 = മൈനസ് ചെയ്തോളൂ. -2i - i -3i 3j - 2j + j -k -3k -4k. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടും. ദെൻ ഇതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് വിത്ത് ബി. ഇപ്പൊ b ക്രോസ് a2 - a1 ദാറ്റ് ഈസ് ഈക്വൽ ടു എടുക്കാം നമ്മള് i j k. ഫസ്റ്റ് b യുടെ കമ്പോണൻസ് 2 - 1 3. ദെൻ a2 - a1 ന്റെ കമ്പോണൻസ് -3 1 -4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ, മീൻസ് ക്രോസ് പ്രൊഡക്റ്റ് എടുത്തോളൂ. എന്താ കിട്ടാ? i into 4 - 3 1 - j into -8 + 9 1 + k into 2 - 3 -1. This is i - j - k എന്നാണ് നമുക്ക് ആ വെക്ടർ കിട്ടിയിട്ടുള്ളത്. ഇനി അതിന്റെ മോഡുലസ് നമ്മൾ എടുക്കണം. b ക്രോസ് a2 - a1. This is equal to √1² + 1² + 1². That is equal to √3 എന്ന് കിട്ടും. Then മോഡ് b യും കൂടെ വേണം നമുക്ക്. മോഡ് b is √2² + 1² + 3². That is equal to √4 + 1 + 9 = √14. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഈ ഫോമിലേക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഫോമിൽ ഒന്നുകൂടെ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കരുത്. ഫൈനൽ ആൻസർ നിങ്ങൾ താഴെ തന്നെ വേണം. ആൻസർ എഴുതുന്നതിന് ഏറ്റവും അവസാനം തന്നെ നിങ്ങൾക്ക് അറിയാലോ, അതിന് താഴെ തന്നെ വേണം. അപ്പോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് √3/14 √3/14 എന്ന് എഴുതാം. ഇതാണ് നമ്മളെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ്. ടു പാരലൽ ലൈൻസ് ആണ്. കാർട്ടീഷ്യൻ ഫോമിൽ വന്നാലും നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ്. അതിൽ തന്നെ സ്ക്യൂ ലൈൻസും പാരലൽ ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോ ഇതുവരെ നിങ്ങൾ ഓക്സിജന്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുക ഈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇനിയും നമുക്ക് റിവിഷൻ വീഡിയോസ് ആയിട്ട് എല്ലാ ദിവസങ്ങളിലും ചെയ്യാനായിട്ട് പറ്റും. എക്സാമിന് മുമ്പ് പ്രിപ്പയർ ചെയ്യാൻ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇന്നലെ മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് മെറ്റീരിയൽസും ഈ വീഡിയോസിന്റെ ഒക്കെ ലിങ്കും മൊഡ്യൂൾ വൈസ് ചാപ്റ്റർ വൈസ് ലിങ്കും ഞാൻ ഈ ഒരു ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് ജോയിൻ ചെയ്യുക. എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ടെലിഗ്രാം ഓക്സിജൻ ക്ലാസ്സസ് എന്നാണ് ടെലിഗ്രാം ചാനലിന്റെ പേര്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതിനകത്ത് മെറ്റീരിയൽസും അതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കാം.